റവാഡ ചന്ദ്രശേഖർ DGP-ആയി ചുമതല ഏറ്റെടുത്ത ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന പരാതിയുമായി വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് ഒരാൾ കടന്നു വന്നു. 30 വർഷം താൻ അനുഭവിച്ച വേദനകൾക്ക് കേരള പോലീസ് മറുപടി പറയണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റവാഡ ചന്ദ്രശേഖർ DGP-ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് കടലാസുമായി ഒരാൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഹാളിലേക്ക് കടന്നു വരുന്നത്. 30 വർഷത്തെ യാതനകൾക്ക് അല്ലെങ്കിൽ വേദനകൾക്ക് പോലീസ് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഹാളിലേക്ക് വന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, അവിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ടിൻഡു, കേൾക്കാമെങ്കിൽ തുടരാം. അല്പസമയം മുമ്പാണ് സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടത്. ഈ മാധ്യമപ്രവർത്തകർ ഈ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ ഈ ഹാളിലേക്ക് കടന്നു വരികയും അദ്ദേഹം ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. കയ്യിൽ ഒരുപാട് പേപ്പറുകൾ കരുതിയിരുന്നു. ആ പേപ്പറുകൾ ഇത്തരത്തിൽ DGP-യെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് കഴിഞ്ഞ 30 വർഷം താൻ കാക്കിയിൽ അനുഭവിച്ച വേദനകൾക്ക് കേരള പോലീസും DGP-യും മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പേപ്പർ അദ്ദേഹം ഈ DGP-യുടെ മുന്നിലേക്ക് നീട്ടുന്നത്. ഈ മാധ്യമപ്രവർത്തകർ ഇരിക്കുന്ന അടുത്ത് നിന്നും ഒരുപാട് മുന്നിലേക്ക് DGP-യുടെ മുന്നിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ അദ്ദേഹം അനുഭവിച്ച 30 വർഷം താൻ കാക്കിയിൽ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക്, കാക്കിയിൽ അനുഭവിച്ച ദുരിത ജീവിതങ്ങൾക്ക് കേരള പോലീസും DGP-യും മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ മാധ്യമപ്രവർത്തകനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാധ്യമങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നതാണ്, എനിക്ക് പറയാനുള്ളതിന് മറുപടി തരണമെന്ന തരത്തിലുള്ള അത്തരത്തിലൊരു വാദമായിരുന്നു ഉയർത്തിയത്. അവസാനം ഇവിടെ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പുറത്തേക്ക് ആക്കുകയായിരുന്നു. നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഈ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഏതാണ്ട് 3 പേര് കാണും. അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വ്യക്തിയാണെന്നായിരുന്നു ഒരുപക്ഷെ പോലീസുകാർ ധരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഇതിനകത്തേക്ക് കയറിയത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത് നന്നേ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. കയ്യിൽ ഒരുപാട് ഫയലുകളും പേപ്പറുകളും പേനയും ഒക്കെ കരുതിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് PRD-യിലെ ഉദ്യോഗസ്ഥരെന്ന് കരുതിയിരുന്നു. PRD-യിൽ നിന്ന് വന്ന പ്രതിനിധി കരുതിയാണ് അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടത്. പക്ഷേ ഇത്തരത്തിൽ ഈ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത്. താൻ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് 30 വർഷം താൻ അനുഭവിച്ച ദുരിത ജീവിതത്തിൽ, കാക്കിയിൽ അനുഭവിച്ച ദുരിത ജീവിതത്തിൽ കേരള പോലീസ് മറുപടി പറയണമെന്നൊരു വാദം ഉയർത്തുകയും അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത് DGP ആയിട്ടുള്ള സുദർശൻ, ശ്രീജിത്ത് IPS, അതോടൊപ്പം തന്നെ MR രജികുമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും DGP-യോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അനുനയിപ്പിച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം, എന്ത് ആവശ്യത്തിനാണ് ഇതിനകത്തേക്ക് വന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല. ദേവിക. ശരി, റവാഡ ചന്ദ്രശേഖർ DGP-ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനെ പരാതിയുമായി വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് ഒരാൾ കടന്നു വരികയായിരുന്നു. 30 വർഷം താൻ അനുഭവിച്ച വേദനകൾക്ക് കേരള പോലീസ് മറുപടി പറയണമെന്നായിരുന്നു ആവശ്യം. ടിൻഡുദാസ് തുടരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻഡു, ഇത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കാക്കിയിൽ താൻ അനുഭവിച്ച 30 വർഷത്തെ വേദനകൾ എന്ന് പറയുമ്പോൾ അത്തരമൊരു അനുമാനത്തിലേക്കാണ് കടക്കുന്നത്. ഇയാളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കുന്ന ആ ഹാളിലേക്ക് ഒരാൾ കടന്ന് വരുന്നത്, അല്ലെങ്കിൽ അയാൾ ആരാണ്, എന്താണ് എന്ന് പോലും ഇതുവരെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യത്തിലടക്കം കൂടുതൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം DGP-ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം റവാഡ ചന്ദ്രശേഖറുടെ ആദ്യത്തെ വാർത്താ സമ്മേളനമായിരുന്നു. അതിനിടയിലാണ് ഇത്തരം നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. കാരണം റവാഡ ചന്ദ്രശേഖർ DGP-ആയി ചുമതല ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പ്
കൃത്യമായൊരു സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം DGP ആയി ചുമതലയേറ്റതിന് ശേഷം റവാഡ ചന്ദ്രശേഖർ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞ ഒരാൾ കടന്ന് വരുന്നത്. മാധ്യമങ്ങളുടെ ലേബലിൽ അല്ലെങ്കിൽ മാധ്യമം പ്രവർത്തകനാണ് എന്ന ലേബലിൽ അകത്തേക്ക് കടന്നു വരികയും ഇത്തരത്തിൽ DGPയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യവുമെല്ലാം ഉണ്ടായത്. ഇപ്പോഴും അയാൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നുള്ള ചില സംശയങ്ങളുണ്ട്. കാരണം കാക്കിയിൽ താൻ അനുഭവിച്ച വേദനകൾ, ആ വേദനകൾക്ക് മറുപടി പറയണം കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആരാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല എന്നത് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഇയാൾ ഹാളിലേക്ക് കടക്കുന്നത്. ഇതിൽ കൃത്യമായൊരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പറയേണ്ടി വരും. കാരണം DGP ആയി റവാഡ ചന്ദ്രശേഖർ എത്തുന്നു എന്ന ആ വാർത്ത പുറത്തേക്ക് വരുന്നതിന് പിന്നാലെ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ ചില നേതാക്കളടക്കം പ്രതികരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവ് നൽകുന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു റവാഡ ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം DGP ആയി ചുമതലയേൽക്കുന്ന ദിവസം തന്നെ ഇത്തരം നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. ആ ഹാളിലേക്ക് കടന്നു കയറി സംസാരിച്ച വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അവ്യക്തത തന്നെയാണ് ഉള്ളത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പരാതിയുമായി ഹാളിൽ താങ്കളുടെ നിലവിലുള്ള പരാതി ബഷീർ എന്ന പേര് ഉപയോഗിച്ചതാണോ അതോ 30 വർഷം താങ്കളെ പീഡിപ്പിച്ചാണോ? എന്താണ് താങ്കളുടെ പരാതി? എന്തിനാണ് താങ്കൾ DGP കാണാൻ താങ്കൾ മീഡിയയുടെ കാർഡ് ഉപയോഗിച്ചാണ്? അല്ലല്ല, എൻ്റെ ID പോലീസ് ID കണ്ണൂർ സിറ്റി കമ്മീഷണർ തന്ന ഒരു ID കാർഡ് ഉണ്ട്. താങ്കൾ വിരമിച്ച ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ID കാർഡ് വരിക? അത് അവരോട് ചോദിച്ചോക്കണം. കാണിക്കോ ID കാർഡ് വ്യാജമായി ഉണ്ടാക്കി കാർഡ് വ്യാജമായി ഉണ്ടാക്കി ഓ കാർഡ് വ്യാജമായി ഉണ്ടാക്കി. അല്ല, ഞാൻ പറഞ്ഞില്ലേ 30 വർഷം പോലീസിലുണ്ടാവുമ്പോൾ വരും വരായികൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊന്ന് എടുത്തോട്ടെ, ക്യാമറ ഒന്ന് മാറ്റൂ. എൻ്റെ ID കാർഡ് അവർ വാങ്ങിച്ചു പോയിട്ടുണ്ട്. അതിരിക്കുന്ന ഒരു പെൻഷനേഴ്സിന്റെ ID കാർഡാണ് ഇരിക്കുന്നത്. പിന്നെ താങ്കൾ മീഡിയയുടെ ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ വ്യാജമായിട്ട്? വ്യാജ? പിന്നെ താങ്കൾ ഏത് മീഡിയ ഗൾഫിലുള്ളതാണ്. ഇസ്മ മീഡിയയുടെ ഓൺലൈൻ മീഡിയ. 30 വർഷം എന്നെ കാക്കിയിട്ട് എന്നെ പീഡിപ്പിച്ച ആ ഒരു പരാതിയാണ്. കണ്ണൂർ DIG ഓഫീസിൽ. ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ, ഞാൻ കണ്ണൂരിൽ നിന്ന് ഓടി വരുന്നതല്ലേ. ഞാൻ 10 സമയം വിളിക്കാം. ഞാൻ ജോസഫ് സാറ് ഇവിടുന്ന് വിരമിക്കുന്ന എല്ലാ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിരമിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇതാ എൻ്റെ പരാതി. ഇതാ ഇതെന്താണ് കാണിച്ചു? ഇതെന്താ സംഭവം? പരാതി അടിസ്ഥാന CPM പ്രവർത്തകർ കൈയേറ്റം ചെയ്ത പരാതി CPM പ്രവർത്തകരാണ് താങ്കൾ ആക്രമിച്ചത്? അതെ. താങ്കൾ ആക്രമിച്ചു? അതെ. CPM പ്രവർത്തകർ? അതെ. എവിടെ വെച്ച്? ഇത് താങ്കളാണോ? അതെ. കണ്ണൂർ പോലീസ് ഇത് വ്യാജമെന്നല്ലയോ? SI ഇത് വ്യാജ? അല്ല, ഇത് വ്യാജമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കണ്ണൂർ അതെ SIT ഉണ്ടായിരുന്നു ബഷീർ VP. അല്ല, അവിടുന്ന് ഞാൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോയിരുന്നു. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് 23-ൽ. ഈ ഫോട്ടോയ്ക്ക് ആധാരമായ സംഭവമല്ല, ഇതെന്താണ് സംഭവം? ഈ പറയുന്ന പരാതി ഇതെൻ്റെ വൈഫ് കൊടുത്ത പരാതിയാണ്. ഓരോ ഫയലും ഒരുപാട് ജീവിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ 21 മുതൽ ഈ സാജിദ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല.
മർദ്ദിക്കാണ്ട് അങ്ങനെ ഫോട്ടോ വരില്ലല്ലോ. ആയിട്ടേ ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ? ഞാൻ നിങ്ങൾക്ക് ഹാജരാക്കി തരാം. താങ്കൾ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മാധ്യമപ്രവർത്തകരാണെന്ന പേരിൽ അല്ല, ഇവിടെ എല്ലാം പറഞ്ഞിട്ടാണല്ലേ അങ്ങോട്ട് വന്നത്. അല്ല, താങ്കൾ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞതിനകത്തേക്ക് കയറിയെന്നാണ് പറയുന്നത്. വ്യക്തിപരമായി കാര്യങ്ങൾ പറയേണ്ട വേദിയല്ലല്ലോ വാർത്താ സമ്മേളനം. അല്ല, എന്നെ ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. യൂണിഫോം ഇട്ട ഒരാള്, ഞാൻ പേര് നോക്കിയില്ല. ഒരു മാധ്യമ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ആ പേര് ദുരുപയോഗം ചെയ്യുകയും അവിടെ വന്ന് ഇങ്ങനെ പരാതി ഉന്നയിച്ചത് ശരിയാണ്? ഒരു ഇസ്മ എന്ന് പറഞ്ഞ ഓൺലൈൻ ഗൾഫിൽ ഒരു ഇതുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങ് അലങ്കോലപ്പെടുന്ന തരത്തിലേക്ക് മാറിയില്ലേ? ആ ഉദ്ദേശത്തോടെയാണോ അങ്ങനെ? അല്ലല്ല, അയ്യോ അതല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വേദി തെരഞ്ഞെടുത്തത്? താങ്കൾക്ക് ഫോർമലായിട്ട് പരാതി ഉന്നയിക്കാൻ പല വേദികളല്ലോ ചെയ്തത്. അല്ല, ഞാൻ ഈ ഫംഗ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. താങ്കൾ ഇപ്പോഴും താങ്കളുടെ പരാതി എന്താണ്? താങ്കൾക്ക് 100 കൂട്ടം പരാതിയുണ്ട്. താങ്കൾ എന്താണ് പരാതി എന്ന് പറയുന്നത്? താങ്കൾ പോലീസ് മേധാവി ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ പെരുമാറിയത്? ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ? ചായ കഴിച്ചിട്ട് പറഞ്ഞുതരാം. പേര് ദുരുപയോഗം ചെയ്തത്. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. ദാസ്, അദ്ദേഹം ഏറെ നേരമായിട്ട് സംസാരിക്കുന്നു. 90 37 637 692. റവാഡ ചന്ദ്രശേഖർ DGP-ആയി ചുമതല ഏറ്റെടുത്ത ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിനിടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് വരികയാണ്. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഇയാൾ ഹാളിനുള്ളിൽ കയറുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകനാണോ അല്ലെങ്കിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇനിയും വരുത്തേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വിസിറ്റേഴ്സ് റൂമിലിരുന്ന തന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പറയുകയായിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ കഴിയുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ബഷീർ എന്ന വ്യക്തിയാണ് അവിടേക്ക് കയറി വന്നത്. അദ്ദേഹം മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ മീഡിയയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞാണ് അവിടേക്ക് വരുന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻഡു, ഇപ്പോൾ ബഷീർ എന്ന വ്യക്തി പറയുന്ന ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ കൃത്യമായ രേഖകൾ കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? കാരണം വ്യാജ ID കാർഡ് നിർമ്മിച്ച് ഹാളിലേക്ക് വന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതി, അല്ലേ? തീർച്ചയായും അതെ 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 അത് തന്നെയാണ്. കാരണം നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള 2 ID കാർഡുകളും വ്യാജം എന്നാണ്. ഗൾഫിലുള്ള ഒരു ഇസ്മ എന്ന മീഡിയ ID കാർഡും അതോടൊപ്പം തന്നെ കണ്ണൂർ SI ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മുൻ SI ആയിരുന്നു എന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരു ID കാർഡ്. ഈ 2 ID കാർഡുകൾ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടക്കുന്ന പോലീസിൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്ന പ്രധാന ഹാളിലേക്ക് കയറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന സമയങ്ങളിൽ ഇവിടെ വരാറുണ്ടായിരുന്നു. അങ്ങനെ വരാറുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ID കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായിട്ട് മറുപടി നൽകുന്നില്ല. വിസിറ്റേഴ്സ് റൂമിൽ ഇദ്ദേഹത്തെ DGP കാണാനായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് വാർത്താ സമ്മേളനം നടക്കുന്ന കാര്യം അറിയുന്നത്. അങ്ങനെയാണ് വാർത്താ സമ്മേളന വേദിയിലേക്ക് കയറി വരുന്നത്. PRDയിൽ നിന്നുള്ള പ്രതിനിധി ആയിരിക്കുമെന്നാണ് പോലീസുകാർ ഉൾപ്പെടെ സുരക്ഷയിലുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ ഉദ്ദേശിച്ചത്. ഇത്തരത്തിൽ എന്താണ് ഈ
PRD നിന്നുമുള്ള പ്രതിനിധിയായിരിക്കുമെന്നായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥരും കരുതിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആ പരാതിയുടെ ഫോട്ടോ പകർത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്ത് താമസിച്ച സാജിദ KP ബോധിപ്പിക്കുന്ന ഹർജി. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ഏതാണ്ട് സബ് ഇൻസ്പെക്ടറായിട്ട് 8/10/2018 മുതൽ ജോലി ചെയ്തു വരികയാണ്. കണവം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു വരികയാണ്. ആ സമയത്ത് തനിക്ക് ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി. ഈ CPM പ്രവർത്തകർ തന്നെ ആക്രമിച്ചിരുന്നു. അതിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഒരുപാട് പരിക്കുകളുണ്ടായതിനു ശേഷം അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്ന തരത്തിലൊക്കെയാണ് മറുപടി പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നതിലൊക്കെ ഒരു വ്യക്തത കുറവൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്നത്, അത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇതിനകത്തേക്ക് കയറി പറ്റിയത്, എങ്ങനെയാണ് ഈ ID കാർഡുകൾ നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത അല്ലെങ്കിൽ വ്യക്തത കുറവുണ്ട്. തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി ചുമതലയേൽക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം പ്രധാനപ്പെട്ട IG ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള വേദിയായിരുന്നു അത്. അതായത് ശ്രീജിത്ത് IPS, H വെങ്കടേഷ് IPS, MR രവികുമാർ തുടങ്ങിയ മുതിർന്ന IG ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തെ പോലീസ് മേധാവിയും വാർത്താസമ്മേളനം നടത്തുന്ന വേദിയിൽ ഒരാൾ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറി വരികയും തൻ്റെ ആവശ്യങ്ങൾ കുറച്ച് ഫയലുകളായി നിർത്തിക്കൊണ്ട് അത് നടപ്പിലാക്കി തരികയും വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് മേധാവി ഇരിക്കുന്ന വേദിയിലേക്കാണ് വരുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നത് ഇത്തരത്തിൽ PRDയിൽ നിന്നുള്ള പ്രതിനിധി ആയിരിക്കണമെന്ന് കരുതി. കാരണം അങ്ങനെ ആയിരുന്നു അകത്തേക്ക് അങ്ങനെ വിചാരിച്ചാണ് കയറിയതെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഗൾഫിലുള്ള ഇസ്മ എന്ന ഒരു മീഡിയ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനൊക്കെ ഇപ്പോഴും പല അവ്യക്തതയുമുണ്ട്. കാരണം സർവീസിലുണ്ടായിരുന്ന കാലാവധി, സർവീസ് പിരിഞ്ഞ കാലാവധി, അതോടൊപ്പം ഏത് സാഹചര്യത്തിലാണ് ഈ CPM പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്, എങ്ങനെയാണ് ഈ പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്, എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, ഏത് പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്തത്, സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ ഒരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ ഇതിനകത്തേക്ക് കേരള പോലീസിൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് കയറുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ തിരികെ മ്യൂസിയം പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, തിരികെ പോലീസ് ആസ്ഥാനത്ത് മന്ദിരത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രതിനിധി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ദേവിക, ശരി.